നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടം മാലിന്യം തള്ളി നികത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി K. രാജൻ. മുപ്ലിയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകി വനിതാ ഉദ്യോഗസ്ഥ. മുപ്ലിയത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനെതിരെയാണ് പരാതി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1520 രൂപ കുറഞ്ഞു. തൃശൂരിൽ DCC ഓഫീസിലെ കൂട്ടയടിക്ക് പിന്നാലെ വീണ്ടും പോസ്റ്റർ. MP വിൻസെന്റിനെതിരെയാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. രാത്രിയുടെ മറവിൽ ടൺ കണക്കിന് മാലിന്യം തള്ളി പാടം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടമാണ് വെള്ളിയാഴ്ച രാത്രി നികത്തിയത്. നൂറുകണക്കിന് ആളുകളാണ് വാഹനം തടയാൻ എത്തിയത്. ലാലൂർ ട്രജിംഗ് ഗ്രൗണ്ടിലെ പ്ലാസ്റ്റിക്, ആശുപത്രി മാലിന്യങ്ങൾ അടക്കമുള്ളവ എത്തിച്ചാണ് പാടം നികത്തിയതെന്നും ഏകദേശം 50 സെന്റ് ഇത്തരത്തിൽ നികത്തിയതായും നാട്ടുകാർ ആരോപിച്ചു. പാടത്തെ മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്തുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒല്ലൂർ, പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. 2 ടോറസ് ലോറിയും 1 മണ്ണുമാന്തി യന്ത്രവും ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, പുത്തൂർ, തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പ്രദേശത്ത് എത്തിയിരുന്നു. കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടം മാലിന്യം തള്ളി നികത്തിയ സംഭവത്തിൽ മന്ത്രി K. രാജൻ സ്ഥലം സന്ദർശിച്ചു. പാടത്തെ മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. ഇടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കാണുന്നത്. അതിൽ ഇടിപ്പിക്കൽ, ഇപ്പോൾ തണ്ണീർത്തടം, നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ച് തണ്ണീർത്തടമായി കിടക്കുന്നൊരു സ്ഥലം അനുവാദമില്ലാതെ മൂടിയാൽ അത് തിരിച്ചെടുക്കാൻ നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം അധികാരമുണ്ട്. പക്ഷെ അതിൽ നിൽക്കുന്നതല്ല ഈ പ്രശ്നം. ഇത് കണ്ടെടുത്തോളം വളരെ ആപൽക്കരമായ വിധത്തിൽ ഇപ്പോൾ ഞാനും MLAയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാം ചേർന്ന് ഈ സ്ഥലത്തിൻ്റെ പ്രാഥമികമായി ഇപ്പോൾ കണ്ടു. എന്നാൽ ഇതിനു മുമ്പ് ഇന്നലെ വൈകുന്നേരമാണ് പുത്തൂരിലെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ കളക്ടറും പോലീസുമായി ബന്ധപ്പെട്ടു. ഇന്നലെ 2 വാഹനങ്ങൾ പിടിച്ച് കൊണ്ടുപോയി സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, കേവലം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം നെൽവയലുകളോ തണ്ണീർത്തടങ്ങളോ നികത്താൻ പാടില്ല എന്ന് കർശനമായി തീരുമാനിച്ചൊരു നിയമം നിലനിൽക്കുന്ന സ്ഥലമാണിത്. അവിടെ നെൽവയലോ തണ്ണീർത്തടമോ നികത്തിയെന്ന് മാത്രമല്ല, ഇത് കുറച്ചുകൂടി ആധികാരികമായി പരിശോധിക്കേണ്ട ഒരു സംഭവമാണെന്നാണ് കണ്ടിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം വളരെ അനിവാര്യമാണ്. എവിടെ നിന്നാണ് ഈ മണ്ണ് വന്നത്, ഈ മൂടപ്പെട്ടതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് താല്പര്യങ്ങളുള്ളത്, എന്താണ് ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം, ഇതിൽ കേവലം മണ്ണല്ലാതെ മറ്റ് പാർട്ടിക്കിൾസ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ. ഞാൻ പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, IPC 277, 269 പ്രകാരം കേസെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ADM മുരളി, KK രാമേന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കൃഷി ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തി. വെള്ളിയാഴ്ച രാത്രിയാണ് ടോറസ് ലോറിയിൽ മാലിന്യം തള്ളിയത്. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് വാഹനം തടയുകയായിരുന്നു. മുപ്ലിയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകി വനിതാ ഉദ്യോഗസ്ഥ. മുപ്ലിയത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനെതിരെയാണ് പരാതി. ചാലക്കുടി വനം ഡിവിഷനിലെ വനിതാ ഉദ്യോഗസ്ഥയാണ് പരാതി നൽകിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് പീഡന ശ്രമത്തിന് കേസെടുത്തു. തൃശൂർ DCC ഓഫീസിലെ കൂട്ടയടിക്കു പിന്നാലെ വീണ്ടും പോസ്റ്റർ. MP വിൻസെന്റിനെതിരെയാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. തുടർച്ചയായ 4ാം ദിവസമാണ് തൃശൂരിൽ K. മുരളീധരന്റെ തോൽവിയെ തുടർന്ന് പോസ്റ്റർ പതിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF ചെയർമാൻ MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കും എതിരെ പോസ്റ്ററുകൾ വന്നിരുന്നു. K. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെയാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് പോസ്റ്ററുകൾ പതിക്കുന്നത് ആരംഭിച്ചത്.
DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും മുൻ MPT N പ്രതാപനുമെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലും പോസ്റ്റർ ഉയർന്നിരുന്നു. K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോര് കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. DCCയിൽ കയ്യാങ്കളിയിൽ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തിരുന്നു. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ചു, മർദ്ദിച്ചു എന്നതാണ് പരാതി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. തൃശൂർ പോലീസ് അക്കാദമിയിൽ SIയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. 36 വയസ്സുള്ള ജിമ്മി ജോർജ് ആണ് മരിച്ചത്. അക്കാദമിയിലെ ട്രെയിനറാണ് മരിച്ച ജിമ്മി ജോർജ്. പഴയ ആശുപത്രി ബ്ലോക്കിന് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ് തൃശൂർ മാടായിക്കോണം സ്വദേശി ജിമ്മി ജോർജ്. വിയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിജിത ശിവദാസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക MP ബിന്ദു, PTA അധ്യാപകർ, JCI ഭാരവാഹികൾ, മുൻ PTA പ്രസിഡന്റ് ഗോപൻ, റിട്ടയേർഡ് പ്രധാനാധ്യാപിക ഉഷ ആന്റണി, അധ്യാപിക പുഷ്പ, സുരേഷ്, പോൾസർ, ജോയ് എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. JCI പ്രസിഡന്റ് ജിനോ, ജോസ് ആൻഡോ, വൈസ് പ്രസിഡന്റ് ശരണ്യ, സീനിയർ അധ്യാപികയായ KS പുഷ്പകല എന്നിവർ പ്രസംഗിച്ചു. ബിഷപ്പായി ആൾമാറാട്ടം നടത്തി പണം തട്ടിയ സംഘത്തിലെ മുഖ്യപ്രതി ചെന്നൈയിൽ നിന്നും പിടിയിലായി. വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് കോട്ടയിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പോൾ ഗ്ലാഡ്സ്റ്റനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ചെന്നൈയിൽ നിന്നാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. സംഘത്തിലെ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പടിഞ്ഞാറേക്കോട്ട സ്വദേശി ഡോക്ടർ ഡേവിസ് തോമസിന്റെ പരാതിയിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ഡേവിസിൽ നിന്നും 81 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ഗോൾഡ് കവറിംഗ് ജ്വല്ലറി മേഖലയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ തലത്തിൽ വൈഡ് വെറൈറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെ വൻ ശേഖരമൊരുക്കി ഒല്ലൂർ AR ഗോൾഡ് കവറിംഗിന്റെ പുതിയ ഷോറൂം ചാലക്കുടിയിൽ ആരംഭിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അവതാരക ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിക്കും. TJ സനീഷ് കുമാർ, MLA, ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ AB ജോർജ്, മുൻ MLA BD ദേവസി, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, കൗൺസിലർ നിത പോൾ എന്നിവർ സന്നിഹിതരാകും. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടുമുഖം പുഴയോരത്ത് മാലിന്യം തള്ളുന്നതായി പരാതി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം ഇവിടെ തള്ളിയിരിക്കുകയാണ്. പുഴയോരത്ത് മാലിന്യം തള്ളുന്നത് മഴക്കാലത്ത് പുഴയിലേക്ക് എത്തുകയും രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലുമാണെന്ന് നാട്ടുകാർ പറയുന്നു. തോട്ടുമുഖം പുഴയോരത്ത് ക്യാമറ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പുതുക്കാട് നിയോജക മണ്ഡലം MLA പ്രതിഭാ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കും. തലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നടൻ ജയരാജ് വാര്യർ എന്നിവർ പങ്കെടുക്കും. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും നടത്തി. ക്ഷേത്രം രക്ഷാധികാരിയും വരന്തരപ്പള്ളി ഹരിത ഫാർമസ്യൂട്ടിക്കൽസ് MDയുമായ ഡോക്ടർ KS കൊച്ചുമോൻ പുസ്തകത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് അനിൽ അധ്യക്ഷത വഹിച്ചു. മോഹൻദാസ് മുളയ്ക്കൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേശ് അവാർഡുകൾ സമ്മാനിച്ചു. സെക്രട്ടറി സുബ്രൻ എടശ്ശേരി, ക്ഷേത്രം മേൽശാന്തി ജയൻ, കീഴ്ശാന്തിമാർ, ക്ഷേത്ര ഭാരവാഹികൾ, മാതൃസമിതി, യുവജന സമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. പ്രവാസ് യോജനയുടെ ഭാഗമായി BMS KC ഡിസ്റ്റിലറി കോൺട്രാക്ട് തൊഴിലാളികളുടെ യോഗം നടന്നു. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. CM ഉഷയ്ക്ക് യാത്രയയപ്പും നൽകി. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, സരിത സുധീർ, KC ഷീല, KC തനൂജ, MT ബിനു എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോസ് LP വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ബാൻഡ് സെറ്റ് രൂപീകരിച്ചു. മുൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവും
പൂർവ്വ വിദ്യാർത്ഥിയുമായ സിറിൽ സി വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CV സുരേഷ് കുമാർ അധ്യക്ഷനായി. വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, സ്കൂൾ മാനേജർ ഫാദർ ജിയോ ആൽനോലിക്കൽ, പ്രധാനാധ്യാപിക KP ബിന്ദു, OSA പ്രസിഡന്റ് ആൻഡോ പയ്യപ്പള്ളി എന്നിവർ സന്നിഹിതരായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1520 രൂപയാണ് ഒറ്റയടിക്ക് താഴ്ന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 52,560 രൂപ. ഗ്രാമിന് 190 രൂപ താഴ്ന്ന 6,570 വെള്ളിയാഴ്ച പവൻ വില 240 രൂപ വർദ്ധിച്ച് വീണ്ടും 54,000 കടന്നിരുന്നു. ഗ്രാമിന് 30 രൂപയാണ് വർദ്ധിച്ചത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ താൽക്കാലിക ഒഴിവിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. MBBS-ഉം TCMC കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. പ്രായപരിധി 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ. താൽപ്പര്യമുള്ളവർ ഈ മാസം 14 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളോടൊപ്പം ആശുപത്രി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മുൻ പരിചയം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും. ഇന്റർവ്യൂ സമയത്ത് അസൽ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. പറപ്പൂക്കര പന്തലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കുന്നു. JPHN, ANM, ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. BCCPN കോഴ്സ് അധിക യോഗ്യതയായി പരിഗണിക്കുന്നതും നിലവിൽ ആ യോഗ്യത ഇല്ലാത്തവർ അത് 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ യോഗ്യതകൾ കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിന്റെ അംഗീകാരത്തിന് വിധേയമായിരിക്കണം. ഈ മാസം 14 വൈകുന്നേരം 4 മുമ്പായി ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചിരിക്കണം. വിവരങ്ങൾക്ക് 7306516341 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,570 രൂപ, പവന് 52,560 രൂപ. മരോട്ടിച്ചാൽ കള്ളിപ്പറമ്പിൽ ഔസേപ്പിന്റെ ഭാര്യ മറിയം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് മരോട്ടിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. കല്ലൂർ ആദൂർ തണ്ണിക്കോട്ട് ജോർജ് ഭാര്യ ത്രേസ്യ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളി. ബേബി, മിനി, ബെന്നി എന്നിവർ മക്കളും ബൈജു, റിജു, സൗമ്യ എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് തരകൻ പറമ്പിൽ അമ്പൂക്കൻ ജോർജ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കോനിക്കരയ്ക്കും മണ്ണാവിനും ഇടയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പാടം മാലിന്യം തള്ളി നികത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി K. രാജൻ. മുപ്ലിയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകി വനിതാ ഉദ്യോഗസ്ഥ. മുപ്ലിയത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാറിനെതിരെയാണ് പരാതി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. പവന് 1520 രൂപ കുറഞ്ഞു. തൃശൂരിൽ DCC ഓഫീസിലെ കൂട്ടയടിക്ക് പിന്നാലെ വീണ്ടും പോസ്റ്റർ. MP വിൻസെന്റിനെതിരെയാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.